ഇന്ന് നമുക്കൊരു പോർക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കിയാലോ. ഇതിൻ്റെ ചേരുവകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഉള്ളിയും വറ്റൽമുളകുമാണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് 3 പച്ചമുളകും ഒരു ഇഞ്ചിയും 4 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ചതച്ച് വയ്ക്കാം. ചതച്ച് വെച്ചതിന് ശേഷം ഒരു ചട്ടി വെച്ച് ചൂടാക്കി അതിനകത്ത് വറ്റൽമുളക് ഇട്ടിട്ട് അതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം. നല്ലോണം മൂത്ത് വറ്റൽമുളകെല്ലാം നല്ല മൂത്ത് പൊടിയുന്ന പരുവാകുമ്പോഴത്തേനും നമ്മളത് അതും ഒന്ന് ചതച്ച് വെക്കണം. ചതച്ച് വെച്ചതിന് ശേഷം നമ്മളൊരു ചട്ടി വീണ്ടും അടുപ്പത്ത് വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുക. അത് നല്ലോണം മൂത്ത് വരുമ്പോഴത്തേനും ഒരു പിടി കറിവേപ്പില അങ്ങോട്ട് ഇടുക. കറിവേപ്പില ഇട്ട് നല്ലോണം മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേനും ആ ചതച്ച് വെച്ചേക്കുന്ന ഉള്ളി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളി അതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേനും അതിനകത്ത് നമ്മൾ ചതച്ച് വെച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കുക. അത് നല്ലോണം രണ്ടും കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇളക്കി യോജിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. ഇത് ഇച്ചിരി സമയം കൂടുതലാണ്. പണിയെന്ന് പറഞ്ഞാൽ ഒരു 1.5 പണിയാണ്. അത് നല്ല ഡാർക്ക് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേനും അതിനകത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമ്മളത് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം തീ കുറച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിടുക. അതിനുശേഷം ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ അടച്ച് വയ്ക്കരുത്. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളിതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല. ഈ ഇറച്ചിക്കകത്ത് നിറഞ്ഞ് വരുന്ന വെള്ളം അതിൽ തന്നെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ആ വെള്ളം നമ്മൾ അതിനകത്ത് തന്നെ വറ്റിച്ചെടുക്കണം. ഇച്ചിരി ടൈം എടുക്കും. ഇതിന് ഇച്ചിരി പണി കൂടുതലാണ്. നല്ല ക്ഷമയും വേണം. എന്നാലേ ഈ അതിരുചികരമായ ഈ കൊണ്ടാട്ടം, അത് ചിക്കൻ കൊണ്ടാണേലും ബീഫ് കൊണ്ടാണേലും പോർക്ക് കൊണ്ടാണേലും കൊണ്ടാട്ടം ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി ക്ഷമയും ഇച്ചിരി പണിയും വേണം. അത് കഴിഞ്ഞ് അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ആ വെള്ളം മുഴുവൻ വറ്റിച്ച് എടുക്കണം. നമ്മൾ വെള്ളം വറ്റിച്ച് അത് നല്ല ഫ്രൈ ചെയ്ത കഷ്ണം പോലെ ഒന്നൊന്നിൽ തൊടാതെ തെറിച്ച് നിൽക്കുന്ന ഒരു ഇത് വരും. ആ സമയത്ത് നമ്മൾ ആവശ്യത്തിന് കുരുമുളക് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. കുരുമുളക് ഇട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി ഡ്രൈ ആക്കുക. അപ്പോൾ അടിപൊളി പോർക്ക് കൊണ്ടാട്ടം റെഡിയായി. ഇത് ഏതിൻ്റെ കൂട്ടത്തിലും കഴിക്കാൻ നമുക്ക്. ചോറിൻ്റെ കൂട്ടത്തിലോ കപ്പയുടെ കൂട്ടത്തിലോ ഏതിൻ്റെ കൂട്ടത്തിലോ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇത് കൊണ്ടാട്ടം പോർക്ക് കൊണ്ട് കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് വെളുത്ത് കിടക്കും. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിങ്ങനെ ഇരിക്കും.